അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വിശേഷമുണ്ട്. എന്താ പറഞ്ഞാൽ ഇത് നമ്മളുടെ ഫ്രണ്ട് ഇപ്പായിട്ട് ഇവരുടെ ഒരു ബ്രാഞ്ച്, ഇവർക്ക് കുറേ ഷോപ്പുണ്ട്. ഇവരുടെ ഒരു ബ്രാഞ്ച് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തായിന്. ഇവരെന്ത് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞാൽ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ ചോക്ലേറ്റ് എങ്ങനെ മേക്കാക്കുന്നില്ലതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇന്ന് ഇവർ പറഞ്ഞു തരും. നമുക്കിന്ന് അതിനെ വിവരമായിട്ട് കാണാം അല്ലേ. ഈ ചെടി എന്ത് ചെടി എന്ന് പറഞ്ഞെങ്കിൽ സൗകര്യ പറയുന്നത് ഇത് കോക്കോ ചെടിയാണ്. അപ്പോൾ ഈ കോക്കോ ചെടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോർമലായിട്ട് 4 to 8 ഹൈറ്റ് ഫീറ്റ് വരെ വളരും. അതെ, 4 to 8 അടി വരെ വളരുന്ന ചെടി. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആയെങ്കിൽ ഇതിൻ്റെ വിശേഷം എന്ത് പറഞ്ഞെങ്കിൽ നമുക്ക് വെള്ളം പറഞ്ഞെങ്കിൽ ഒരു 2 to 3 ഇയേഴ്സിലെന്നാൽ നമുക്ക് ഗ്രോത്തിങ് ഹൈ ആയിട്ട് വരും നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ചെടിൻ്റെ വിശേഷം ഇതിന് ഈ കോക്കോ ആവുന്നത് എങ്ങനെയല്ല ആവുന്നുണ്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന സാധനം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഈ പൂ വന്നിട്ട് അതിൽ നിന്ന് പൂ നിന്ന് ഫ്രൂട്ടാണ് വേറെ ചെടികളിൽ നിങ്ങൾക്ക്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ഈ ബ്രാഞ്ചസ് പോവില്ലേ, അതെ, ഈ സ്റ്റമ്മുണ്ടല്ലേ, സ്റ്റമ്മിലോ കോക്കോ ആവും. ഇതിന്റെ ബ്രാഞ്ചസ് പറഞ്ഞ ഒരു കൊമ്പ, അതെ അതെ, കൊമ്പയിൽ വല്ലോ നിങ്ങൾക്ക് ബ്രാഞ്ചസിൽ കോക്കോ ഉണ്ടാവും. കോക്കോ ഉണ്ടായി കഴിഞ്ഞാൽ അത് പഴുക്കുമ്പോൾ ഫസ്റ്റ് ഈ പച്ച കളറിൽ വരും. ഇത് പച്ചയായിട്ടും ഇതിപ്പോ പച്ചക്കോക്കോ പറഞ്ഞാൽ ഫുള്ള് പച്ചയായിട്ടുണ്ടാവും. പിന്നെ ലൈറ്റ് യെല്ലോ വരും. അത് പൗക്കുമ്പോ വരുന്നത് ലൈറ്റ് യെല്ലോ. അതെ, ഇത് ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, കോക്കോ പോഡാണ് ഇത്. പിന്നെ വരുന്ന റിപ്പൺ കോക്കോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് പൂത്ത കോക്കോ. ഇതിൽ 2 വെറൈറ്റി വരും. 2 വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രൗണിഷ് ആയിട്ട് ഒന്ന് ഓറഞ്ച് കളറിൽ വരും. ഓറഞ്ച് കളറിൽ പൂത്ത ഒന്ന് ബ്രൗണോ ഒന്ന് ഓറഞ്ചോ. ഇത് ഇതിന്റെ അടുത്ത ഘട്ടം. ഇതിന്റെ അകത്തുള്ള കോക്കോന്റെ ബീന് സ്വീറ്റ് പൾപ്പ് എന്ന് പറയാം നിങ്ങൾക്ക്. സ്വീറ്റ് പൾപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈൻ ഉണ്ടാക്കാം, സ്വീറ്റ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം. വേണമെങ്കിൽ അങ്ങനെ എടുത്ത് കഴിക്കാം നിങ്ങൾക്ക്, പ്രശ്നമൊന്നുമില്ല. ഇത് സാധാരണ ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ മുകളിലത്തെ ഭാഗം ഈ വൈറ്റ് ആയിട്ട് ക്രീമി കാണുന്നുണ്ടല്ലേ, സ്വീറ്റ് ആയിട്ടുണ്ടാവും. അതിന്റെ അകത്തില്ല തന്നെ നമ്മുടെ ഒറിജിനൽ കോക്കോ. അപ്പോൾ അതിന്റെ അടുത്ത ഘട്ടം ഇത് ഡ്രൈഡ് കോക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ ഫോമിലൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രൈയിങ് ഏരിയ, നല്ല വെയിൽ വരുന്ന സ്ഥലത്തിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കാൻ ഇവരിങ്ങനെ ഇതിനെ എടുക്കല്. ഇത് ഡ്രൈഡ് കോക്കോ ആണ്. ഇത് ഡ്രൈഡ് കോക്കോ ബീൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് റോസ്റ്റഡ് കോക്കോ ബീന്. സെയിം നമ്മളുടെ കാപ്പി ഉണക്കുന്ന പ്രൊസീജിയർ തന്നെ. പക്ഷേ കോഫിയിൽ നിങ്ങൾക്ക് മെഷീനിൽ ഇട്ടാലാണ് അതിന്റെ. അപ്പൊ ഇതില് ഇപ്പൊ മുകളിലൊരു സ്കിൻ ഉണ്ടാവില്ലേ, അത് റോസ്റ്റ് ചെയ്യുമ്പോൾ അത് പുറത്ത് പോകും. ആ പുറത്ത് പോയിട്ട് വന്ന ഭാഗം തന്നെ റോസ്റ്റഡ് കോക്കോ നിബ്. കോക്കോ ബീൻ എന്ന് പറയത്തില്ല, കോക്കോ ബീനല്ല ഇത്, കോക്കോ നിബ്. ഇത് ഒറിജിനലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രൊസീജിയർ. ഒറിജിനൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഇതാണ്. അതിന്റെ അടുത്ത ഭാഗം തന്നെ കോക്കോ മാസ് എന്ന് പറഞ്ഞാൽ ഈ കോക്കോ നിബില്ല, കോക്കോ നിബിന്റെ പേസ്റ്റാ നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരിച്ചിട്ട് എടുക്കുന്ന സാധനമാണ്. ഇതിപ്പോ ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതല്ലേ, ഇതൊന്നും മിക്സിംഗ് ഇല്ല, മിക്സ് ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലാക്കിക്കൊള്ളി നമ്മളുടെ വീഡിയോ നോക്കുന്നവര്. ഈ കോക്കോ ബീനിനെ ഇവര് മെഷീനിൽ ഇട്ടിട്ട് അടിച്ചിട്ട് എടുക്കുമ്പോൾ വരുന്നത് തന്നെ ഇത് കോക്കോ മാസ്. ഇതിൻ്റെ സ്മെല്ല് ഇവിടെ നിൽക്കാനാവുന്നില്ല, അങ്ങനത്തെ സ്മെല്ലുണ്ട്. ഇതിനെ ഉപയോഗിച്ചിട്ട് തന്നെ ഇവർ കോക്കോ ബട്ടർ എടുക്കുന്നത്. അതന്നെ ഇതേ സാധനം എടുക്കുന്നത് കോക്കോ ബട്ടർ. ഇത് ഈ വൈറ്റ് ബ്ലാക്ക് കളർ വൈറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എന്താ വരുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഈ കോക്കോ മാസം എടുക്കുമ്പോൾ അതിൻ്റെ ഓയിൽ വരും. ആ ഓയിലാണ് കോക്കോ ബട്ടർ. ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓയിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടും. അത് നെക്സ്റ്റ് പ്രൊസീജിയറിൽ പറഞ്ഞു തരാം. എങ്ങനെ പറഞ്ഞെങ്കിൽ അത് വെജിറ്റബിൾ ഓയിൽ ആയിട്ട് അത് ഡിഫറെൻറ്റ് കളറിൽ വരും. ഇത് നിങ്ങളുടെ ഒറിജിനൽ പ്രൊസീജിയർ. ഈ കോക്കോ മാസ് എന്ന് വരുന്നത് തന്നെ ഈ കോക്കോ ബട്ടർ അല്ലേ. അപ്പൊ അതിന്റെ അടുത്ത ഭാഗമായിട്ട് കോക്കോ സോളിഡ് എന്ന് പറഞ്ഞാൽ ഇത് കോക്കോ ബീൻ എന്ന് വരില്ല, അല്ലല്ല. ഈ കോക്കോ മാസിൽ നിന്ന് ഈ കോക്കോ ബട്ടർ അല്ല, കോക്കോ ബട്ടർ എടുത്ത കഴിഞ്ഞ പിന്നെ ഇതില്
ബാക്കി ഉണ്ടാകുന്ന സാധനം കൊക്കോ സോളിഡ്. ഈ ബട്ടർ എടുത്ത് പിന്നെ ബാക്കി വരുന്നത് തന്നെ ഈ കൊക്കോ സോളിഡ്. കൊക്കോ സോളിഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതെ അതെ. ഈ കൊക്കോ സോളിഡ് ഹൈ ഫാറ്റുള്ള, ആസിഡിറ്റി ജാസ്തിയാണ്, ഗ്യാസ് ട്രബിൾ എന്ന് പറയാം. ഗ്യാസ്ട്രിക് വരുന്ന അധികം നിങ്ങൾക്ക് ഒരു 80% വരെ നിങ്ങൾക്ക് സാധ്യതയുണ്ടാവും. ആസിഡിറ്റി വരുന്ന പ്രോബ്ലം അങ്ങനത്തെ ഉണ്ടാവും. ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനെ ഹീറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കൊക്കോ പൗഡർ. അതിനെ ഹീറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ആക്കൽ തന്നെ പൗഡർ. ആൽക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ചൂടാക്കുന്ന. അതെ അതെ. ചൂടാക്കിയിട്ട് കിട്ടുന്ന അതിൻ്റെ ಇನ್ನೂ കുറച്ച് അധിക ഹീറ്റിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഇപ്പോൾ ഇതിന് തന്നെ ഇത് കോക്കോ പൗഡർ ഇതിന് തന്നെ ഒരു ഇച്ചിരി അരമണിക്കൂർ കൂടുതൽ ഹീറ്റാക്കിയെങ്കിൽ കിട്ടുന്നത് തന്നെ നമ്മൾക്കിത് ഡാർക്ക് കോക്കോ പൗഡർ. അപ്പോൾ ಅದಕ್ಕೆ ಅವರು ചേർത്താനുള്ള സാധനം ഇത് മിൽക്ക് സോളിഡ് എന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ് എന്താ പറഞ്ഞാൽ നമ്മളുടെ ഷോപ്പിൽ കിട്ടുന്ന ഈ അമൂൽ അത് ഇത് പാൽപ്പൊടി ഉണ്ടല്ലോ, അതല്ല, അതിൻ്റെ കൈ ടോപ്പ് ക്വാളിറ്റി ഉണ്ട് അല്ലേ. ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഷുഗർ പൗഡർ വരത്തില്ല മാർക്കറ്റിൽ. ആ ഷുഗർ അല്ല, നോർമലായിട്ട് കിട്ടുന്നതല്ല, ഹൈ ക്വാളിറ്റി ഹൈ ഫാറ്റ് ഉണ്ടാവും ഇതിൽ. നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതിലൊരു 60% യൂസ് ചെയ്താലും ഇതിന് 60% ഇത് യൂസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് പ്യൂർ ചോക്ലേറ്റ് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ചോക്ലേറ്റിലെല്ലാം കടയിലെല്ലാം കിട്ടുന്നത് നെക്സ്റ്റ് ഉണ്ട്, അത് കാട്ടാം. ഇപ്പോൾ ഇവര് ഇതിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് തന്നെ ഇതൊരു അവരുടെ മോൾഡിങ്. ഇത് ചോക്ലേറ്റും ഇത് വൈറ്റ് ചോക്ലേറ്റ് അല്ലേ, ഇത് വൈറ്റ് ചോക്ലേറ്റ്. ഇവിടേക്ക് ഇവരുടെ ഒറിജിനൽ ചോക്ലേറ്റ് മേക്കിങ്ങിൻ്റെ പ്രൊസീജിയർ ഇവിടേക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തതായിട്ട് കാട്ടല് ഇതേ ചോക്ലേറ്റിനെ ഡിഫറെൻറ്റ് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കും അതിനെ കാണാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് ചോക്ലേറ്റ് ആക്കുന്നതിൻ്റെ ഘട്ടം ഇവിടെ നിന്ന് സ്റ്റാർട്ടാവും. ഇത് സെയിം കോക്കോ പൗഡറാണ് അവിടെ കാണിച്ചത്. ഒറിജിനൽ ചോക്ലേറ്റ് നമ്മൾ ഇടുന്നതിൻ്റെ കോക്കോ പൗഡർ ഇത് ഡാർക്ക്, ഇത് മിൽക്ക്. ആണെങ്കിൽ ഇതിൽ മെയിൻ ഡിഫറൻസ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ അതിന് നമ്മൾ കൊക്കോ ബട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതില് വെജിറ്റബിൾ ഫാറ്റ് പറഞ്ഞാൽ ഫോം ഓയിൽ അങ്ങനെയൊക്കെ വരും. നിങ്ങൾക്ക് അമുൽ ബട്ടർ അതൊക്കെ ഇടാൻ നിങ്ങൾക്ക് വെജിറ്റബിൾ വീട്ടിൽ ഉണ്ടാക്കണം പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ചോക്ലേറ്റ്. ആയെങ്കിൽ നമ്മൾക്ക് ചോക്ലേറ്റിന്റെ പോലെ വരണം പറഞ്ഞാൽ കോക്കോ ബട്ടർ വേണം. കോക്കോ ബട്ടർ ഇട്ടാലേ അതിന്റെ ടേസ്റ്റ് കിട്ടും ചോക്ലേറ്റിന്റെ. അതിലാണ് വെജിറ്റബിൾ ഫാറ്റ് ഇടുന്നത്. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 4 ഐറ്റംസ് ഇട്ടാൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആയിട്ട് വരും. ഇത് ലോ ക്വാളിറ്റി മിൽക്ക് പൗഡർ. ഇപ്പോൾ ഹൈ ഫാറ്റ് ഉള്ളത്, ഇത് ലോ ഫാറ്റ് ഉള്ളത്. ഈ ലോ ഫാറ്റ് ഉള്ളത് ഒരു 30% യൂസ് ചെയ്താൽ മതി. നമുക്ക് 30% അതിലേക്ക് യൂസ് ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് വെജിറ്റബിൾ സ്റ്റാർച്ച്. നിങ്ങൾക്ക് കടയിലൊക്കെ കിട്ടും, ചോദിച്ചാൽ കിട്ടും. വെജിറ്റബിൾ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൈദ അത് ഇത് ഏത് വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക്. ഈ വെജിറ്റബിൾ സ്റ്റാർച്ചാണ് നമ്മൾക്ക് 80% ഇത് യൂസ് ചെയ്താൽ ഒരു 6% വരെ നിങ്ങൾക്ക് കോക്കോ പൗഡർ 6% പറഞ്ഞാൽ കുറച്ച് വരും നിങ്ങൾക്ക്. അത് 80% ഇട്ട് അത് 6% ഇടാം. പക്ഷെ അതങ്ങനെ ഇടാൻ പറ്റില്ല. ആ ചോക്ലേറ്റിൽ നിങ്ങൾക്ക് 60% കോക്കോ ഇട്ടാൽ 60% നിങ്ങൾക്ക് ഈ വൈറ്റ് നമ്മളെ മിൽക്ക് പൗഡർ ഇല്ല, ഹൈ ഫാറ്റിൻ്റെ അതിടണം. പിന്നെ ഐസിങ് ഷുഗറും ഇടണം. ഇതെല്ലാം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയർ. അങ്ങനെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് തന്നെ ഇതൊക്കെ മാറ്റം എന്ത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് ചോക്ലേറ്റായിട്ട് കാണുന്നുണ്ട്. ഇതേ ചോക്ലേറ്റിൻ്റെ ഇത് ഒറിജിനൽ ചോക്ലേറ്റ് എല്ലാം കോക്കോ ബട്ടർ പിന്നെ അതിൻ്റെ പ്രോപ്പറായ പ്രൊസീജിയറിൽ ആക്കിയ ചോക്ലേറ്റ് ഇത്. അതൊക്കെ ഇതൊക്കെ നിങ്ങൾ വെച്ച് നോക്കിയെങ്കിൽ ഒരു മാറ്റവും കാണില്ല. അതിൻ്റെ ക്വാളിറ്റി വൈസ് ഇതേ വേറെ ചോക്ലേറ്റ് അല്ലേ. അതേപോലെ ഇതും അത്ര തന്നെ വൈറ്റ് ചോക്ലേറ്റ്. നിങ്ങൾക്ക് കോക്കോ ബട്ടർ വരുന്ന ഈ ഇപ്പോൾ ഉണ്ടാക്കിയ ചോക്ലേറ്റിൽ വെജിറ്റബിൾ ഓയിലും വെജിറ്റബിൾ സ്റ്റാർച്ചും പിന്നെ മിൽക്ക് പൗഡറും മിക്സ് വരും. വൈറ്റ് ചോക്ലേറ്റ് അത്രയും യൂസ് ചെയ്യാൻ പറ്റും, വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കി ഇവിടെ ഇതിപ്പോൾ
ഇവരുടെ പ്രൊസീജിയറെല്ലാം മെയിൻറ്റെയിൻ ആക്കിയിട്ട് ഒറിജിനലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ്. അതേമാതിരി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചോക്ലേറ്റ്. ഇതൊക്കെ മാറ്റം എന്ത് പറഞ്ഞ് നമ്മൾക്ക് കാണുന്ന കാഴ്ചയിൽ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ചില ആൾക്കാർ വന്ന് ചോക്ലേറ്റ് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുമ്പോൾ അവർക്ക് ഒരു വ്യത്യാസം ഇതിൽ കാണില്ല. അവർ ഡ്യൂപ്ലിക്കേറ്റ് ഏത് ഒറിജിനൽ ഏതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ കാട്ടിയ ചോക്ലേറ്റിൻ്റെ മേക്കിങ്ങിൽ ഇപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂസ് ആയിപ്പോയി. ഇവരിങ്ങനെ കാട്ടി നമ്മൾ എങ്ങനെ ചോക്ലേറ്റ് എടുക്കല്ലേ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് പർച്ചേസ് ആക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് ആ കാലമ്മനൊന്ന് വായിച്ചെങ്കിൽ നമുക്ക് ഈ ചോക്ലേറ്റ്സ് നമുക്ക് കൊറോല കിട്ടുന്നതൊക്കെ വെജിറ്റബിൾ സ്റ്റാർച്ചാണ്. ഈ നമുക്ക് കെമിക്കലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റാണ്. ഈ 300 രൂപ 400 രൂപയ്ക്കൊക്കെ കിലോയിൽ കിട്ടും നിങ്ങൾക്ക്. ഈ സ്ലാബ് 1/2 kg സ്ലാബൊക്കെ വരും നിങ്ങൾക്ക് ഒരു 200 രൂപ 150 രൂപ 150 രൂപ അങ്ങനെ വരുന്ന ചോക്ലേറ്റാണ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്. അതിൽ നമുക്ക് കെമിക്കൽ ഉണ്ടാവും, കോക്കോ ഉണ്ടാകത്തില്ല. കോക്കോയിൽ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് നിങ്ങൾക്ക് ഹെൽത്തിന് ഹാമല്ല, പ്യൂറാണത്, പ്യൂർ ചോക്ലേറ്റാണ്. അതിൽ ഡാർക്ക് നിങ്ങൾക്ക് അധികം കഴിക്കേണ്ടത് ഡാർക്ക് ചോക്ലേറ്റാണ്. ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് ഹെൽത്ത് എന്നല്ല, ഹാർട്ടിന്, ബ്ലഡിന്, ഷുഗറിന്, ഡയബറ്റിക് പേഷ്യൻറ്റിനും, പിന്നെ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ലേഡീസിന് നിങ്ങൾക്ക് സ്കിൻ ഗ്ലോ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ആ ചോക്ലേറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരുടെ വീഡിയോ ആക്കാനുള്ള ഉദ്ദേശം അടുത്തതായിട്ട് നെക്സ്റ്റ് എൻ്റെ ഷോപ്പിലും ഇവരുടേതേ ചോക്ലേറ്റ് വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് എല്ലാം ഡീറ്റെയിൽ കളക്ട് ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ആക്കിന്. ഇനി ആൾക്കാർ എവിടെയെങ്കിലും പോയിട്ട് ചോക്ലേറ്റ് മേടിക്കണം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ചെറിയ ക്വാളിറ്റീൻ്റെ ചോക്ലേറ്റിക്ക് വലിയ പൈസ അവർ ചിലപ്പോൾ മേടിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി പറഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ച് നോക്കിയെങ്കിൽ ഏതിൽ കോക്കോ ബട്ടർ ഇട്ടിട്ടുള്ള വെജിറ്റബിൾ വെജിറ്റബിൾ ഫാറ്റ് പറഞ്ഞാൽ ഫോം ഓയിൽ, അതെ, അത് അമൂൽ ബട്ടർ അങ്ങനത്തെ ചോക്ലേറ്റിനെ ഒഴിവാക്കിയിട്ട് നല്ല തന്നെ മേടിക്കുക. ഒരു ലേശം പൈസ അങ്ങോട്ട് ജാസ്തി കൊടുത്താലും സാറില്ല, നമ്മൾ മേടിച്ചിട്ട് കഴിക്കാനുള്ള സാധനം നല്ലതായിട്ടിരിക്കട്ടെ. അതെ. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ഞാനൊന്ന് പറഞ്ഞിന്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.